ദം ബിരിയാണി ഉണ്ടാക്കാം. അതിലേക്ക് ആവശ്യമായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, സവാള, കറിവേപ്പില, മല്ലിയില, പുതിനയില. പാത്രം ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് സവാള ചേർത്ത് ഇളക്കുക. സവാള ഒന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് പച്ചമുളക് 4-5 പച്ചമുളക്, 2 തക്കാളി അരിഞ്ഞിട്ട് ഇട്ട് നല്ലതുപോലെ ഇളക്കുക. മുളക് പൊടി ഇടാത്തത് കൊണ്ട് 5 പച്ചമുളക് ഇട്ടത് ശകല എരിവിന് വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് നല്ലപോലെ എല്ലാം ഒന്ന് നയമായി വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് ശേഷം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഇളക്കുക. അതിൻ്റെ പച്ചപ്പണം മാറിയതിന് ശേഷം കഴുകി വച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ഇട്ട് ഇതിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കണം. ഇളക്കി വെച്ച് കുറച്ച് നേരം ഇതുപോലെ ഇളക്കണം. നല്ലപോലെ വന്നിട്ടുണ്ട്. അടച്ച് വെച്ച് സ്വല്പം സ്റ്റവ് സിമ്മിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് വയ്ക്കാം. അതിന് ശേഷം അതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് പോരാ. 1 ഗ്ലാസ് ചൂടുവെള്ളവും കൂടെ തിളപ്പിച്ച വെള്ളം അതിലൊഴിച്ചിട്ടുണ്ട്. കുറച്ച് ഗ്രേവി വേണം. പിന്നെ ചോറ് അതിലോട്ട് ഇടുമ്പോഴത്തേക്ക് കുറച്ച് ഗ്രേവി ആവശ്യമാണ്. ഇട്ട് അടച്ച് വെച്ച് 80% വേവിക്കണം. അതിന് ശേഷം കുക്കർ അടുത്ത് വയ്ക്കുക. അതിലേക്ക് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവ ഇട്ട് ചൂടായി വരുമ്പോൾ നോക്കണം. അതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള അരി 2 ഗ്ലാസ് അരി വെള്ളമില്ലാതെ അതിലേക്ക് നല്ലതുപോലെ ഇളക്കി വെള്ളമയമില്ലാതെ ശകല കുറുകുറുപ്പ് വേണം. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കും. ഒന്നര ഗ്ലാസ് 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് അതിനാവശ്യമായ ചേർത്ത് തവ അടച്ച് വെച്ച് 1 വിസിലാവുമ്പോൾ നമുക്കെടുക്കാം. അതിലേക്ക് നമുക്ക് ബേ ലീഫും കൂടെ
ഒരു വിസിലാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ ഗ്യാസൊക്കെ മാറ്റണം. എന്നിട്ട് അത് എടുക്കുമ്പോൾ കറക്റ്റ് വേവായിരിക്കും. അത് 80% വെന്ത് കിടക്കുന്ന കറിയിലേക്ക്, ചിക്കൻ കറിയിലേക്ക് ഒരു ലെയർ അതിൻ്റെ പകുതി അതിലോട്ടിടാം. പകുതി ചോറ് എല്ലായിടത്തും നിരത്തി വെച്ചതിന് ശേഷം അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബിരിയാണി. അങ്ങനെ ബിരിയാണി റെഡിയായി. വറുത്ത